ഇന്ന് ഞാൻ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ചപ്പാത്തി പരത്താനെടുക്കുന്ന ഇത് തന്നെയാണ് എടുത്തേക്കുന്നത്, മാവ് തന്നെയാണ്. ഇങ്ങനെ തന്നെ കുഴച്ചതിന് ശേഷം ഉണ്ടാക്കി ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക. അതിനുശേഷം നമുക്ക് തേങ്ങയും പഞ്ചസാരയും ജീരകവും കൂടി അതിൻ്റെ ഒരു സൈഡിലേക്ക് ഫില്ല് ചെയ്യുക. ഇതിൽ കാണുന്നത് പോലെ തന്നെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിലെടുത്ത് അതിലേക്ക് ഒട്ടിച്ചൊട്ടിച്ചിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഒട്ടിച്ചോ സ്പൂൺ കൊണ്ട് നമുക്ക് ഷേപ്പാക്കിയൊക്കെ ചെയ്യാം. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ തവ ഗ്യാസിൽ വെച്ചു, സ്റ്റൗവിൽ വെച്ചു. അത് കഴിഞ്ഞ് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുത്തു. അപ്പം ആ സൈഡൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം കണ്ടോ, ആ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് നീക്കി വെച്ചുകൊണ്ട് അടുത്ത ചപ്പാത്തിയും അതുപോലെ തന്നെ പരത്തി കുറച്ച് ഫില്ലിങ്ങും ഒക്കെ ചെയ്ത് ഞാൻ വയ്ക്കുന്നുണ്ട്. ആ തവയിൽ സ്ഥലമുണ്ട്, അപ്പോൾ ഞാൻ ആ സ്ഥലമുള്ളിടത്തോട്ട് തന്നെ ആക്കി വെച്ചു. അതിന് ഞാൻ കുറച്ചൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് സ്പൂണ് കൊണ്ട്. അപ്പോൾ അത് കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചപ്പാത്തി കഴിക്കാനെ കൊണ്ട് ഇഷ്ടം ഇല്ലാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല അവർ കഴിക്കുകയും ചെയ്യും, കുഴപ്പമില്ല. പിന്നെ പഞ്ചസാര കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മളുടെ ഫില്ല് ചെയ്ത ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പം ഇതും ചായയും കൂടി കഴിക്കുവാണ്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻ്റ് ഇടണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.